നാട്ടിൽ 9ഉം 10നും തുടങ്ങുന്ന ഓഫീസുകളും സ്കൂളുകളും പോലെയല്ല UAE ഓരോ സ്ഥാപനങ്ങളും. ഒരു അലാറം മിസ്സായാൽ, ഒരു ബസ് മിസ്സായാൽ അന്നത്തെ ദിവസം പോയി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഒരു അലാറത്തിലാണ് എല്ലാം. ഇതിപ്പോ ടൈം 5:15 രാവിലെ. ഇവരൊക്കെ മിനിമം 4 to 4:30 എഴുന്നേറ്റാലല്ലേ ഈ ടൈമിൽ പോകാൻ പറ്റൂ. ഷെയറിങ്ങിലും ബെഡ് സ്പേസിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയായേ പറ്റും. മക്കളൊക്കെ വലുതാകുന്നതിന് മുൻപ് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവരൊക്കെ എങ്ങനെ ഇത്ര ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് സ്കൂളിൽ പോകുമെന്ന്. സത്യം പറയട്ടെ, ഇവിടുത്തെ കുട്ടികളെ സമ്മതിക്കണം. ഒരു മടിയുമില്ലാതെ വിന്റർ ആയാലും സമ്മർ ആയാലും ഒക്കെ 6 മണിയോടുകൂടി എല്ലാവരും സ്റ്റോപ്പിൽ റെഡി ആയിരിക്കും. സമ്മർ സീസണിൽ നമുക്ക് നേരത്തെ സൂര്യൻ ഉദിക്കും, വെട്ടം വീഴും. പക്ഷെ വിന്റർ സീസൺ അങ്ങനെയല്ല, നമുക്ക് കൂടി മടിയാക്കും. കാരണം സൂര്യൻ ഉദിക്കാൻ 6:45, 6:30 ആ ടൈമൊക്കെ എങ്ങനെയും ആകും. ബസ് വരുന്ന നേരത്ത് നല്ല ഇരുട്ടായിരിക്കും, പോരാത്തതിന് തണുപ്പ്. പക്ഷെ KG മുതൽ +1, +2 വരെ ആ സമയത്ത് റെഡിയായി സ്റ്റോപ്പിൽ കാണും, ഒരു മടിയുമില്ലാതെ. സൂര്യൻ ഉദിക്കും മുൻപ് കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിൽ കയറും. കുഞ്ഞുങ്ങളുടെ റിട്ടേണും നേരത്തെയാണ് കേട്ടോ. ഒരു 2 o'clock to 4 o'clockനുള്ളിൽ എല്ലാവരും വീട്ടിലെത്തും. ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അതിലും വൈകാറുള്ളൂ. പക്ഷെ ജോലിക്കാരുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും എത്തുമ്പോഴേക്കും ഒരു നേരമാകും. അങ്ങനെ ഒരു ശരാശരി പ്രവാസിയുടെ 4 മണിക്ക് എഴുന്നേറ്റ് വൈകുന്നേരം 8 മണി വരെ പോകുന്നത് എങ്ങനെയെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. പിന്നെ ആകെ കിട്ടുന്ന ശനിയും ഞായറും, അതും ശനിയാഴ്ച വർക്കുള്ളവരും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള ശനിയും ഞായറും, അത് ചിലവർക്ക് ഞായർ മാത്രം, അതാണ് റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം. അതിനിടയിൽ നാട്ടിലേക്ക് വിളിച്ചില്ല എന്നുള്ള പരാതി വേറെ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ളവർക്ക് ഇത് അറിയില്ല എന്ന് വേണം പറയാൻ. കണ്ടാലല്ലേ അവർക്കും മനസ്സിലാക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലല്ലേ അവരറിയൂ. പിന്നെ ജോലി സ്ഥലത്തെ വർക്ക് പ്രഷറും ടെൻഷനും എല്ലാം സെറ്റ്. ചിലരെങ്കിലും കാണുന്നുണ്ടാക്കും അടിച്ചു പൊളിച്ച് പാർട്ടി, പബ്ബ്, അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ചുരുക്കം പേരേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ജീവിക്കാൻ നെട്ടോട്ട് ഓടുന്നവരാണ്.